ഹായ്, ഞാൻ കുറേയൊക്കെ ഈ വീഡിയോ ആയിട്ട് വന്നിട്ട് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ അതിന് ഒരു കമ്പനിയുടെ പരസ്യമൊന്നുമല്ല. ജേബിലിനെക്കാളും ഇഷ്ടപ്പെട്ട ഒരു സബ് വൂഫർ ടയോട്ടോണ്. ഇത് 600 വാട്ട്സ് RMS ഉണ്ട്. ഇത് കാലി ബോക്സാണ്. സബ് വൂഫർ ഞാൻ അവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ജനാലും വാതിലൊക്കെ കുലുങ്ങുകയാണ്. ഞാൻ ഒരു പാർട്ടിക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്തതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സബ് വൂഫർ ഇത് RCF എന്നുണ്ടെങ്കിലും അതിലും ടയോട്ടോണിൽ 8 ഇഞ്ച് 8 ohmsൽ 100 വാട്ട്സ് RMS ഉള്ള സബ് വൂഫർ ആട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വേറെ ഒന്നല്ല, ഇതേമാതിരത്തെ ഈ സബ് വൂഫർ ഉണ്ടല്ലോ, ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ട ചില കുറച്ച് കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഒന്നാമതായിട്ട് ചെയ്യേണ്ടത് ഇതേമാതിരത്തെ ഫോം സബ് വൂഫർ ബോക്സിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. പിന്നെ ഈ സബ് വൂഫർ ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇത് കോഴിക്കോട് RSK ഇലക്ട്രോണിക്സിൽ ഉണ്ട് ഈ ബോർഡ്. ഇത് ഞാൻ ചെയ്യണതാണ്. RSK ഇലക്ട്രോണിക്സിലുണ്ട് ഈ 10 ട്രാൻസിസ്റ്ററിൻ്റെ ബോർഡ്. ഇതിപ്പോൾ പകുതി വർക്കേ ആയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് ഈ സബ് വൂഫർ പക്ക അടിപൊളി വർക്കിങ്ങാണ്. പിന്നെ ഇതിൻ്റെ ആമ്പ് ഇതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കണത് ഇതേമാതിരത്തെ 10 ട്രാൻസിസ്റ്ററിൻ്റെ ഒരു ബോർഡും ശക്തിയിലെ 2 മോണോ ബോർഡ്, അതായത് 2 മോണോ ബോർഡ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റീരിയോ ചാനലായിട്ട് ഞാൻ കൊടുത്തുള്ളത്. പിന്നെ ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് അഹൂജൻ്റെ ഒരു 200ഉം പിന്നെ സ്കൈ സൗണ്ടിൻ്റെ 100 വരുന്നതും ഒരു HF വരുന്ന ഒരു ബോക്സാണ്. അപ്പോൾ ഇതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് 100 വാട്ട്സ് ഉള്ളൂ. അപ്പോൾ ഇതിന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 100 വാട്ട്സ് ഞാൻ ഇവിടെ ഇട്ടുള്ളത്. അപ്പോൾ പക്ക 200 മാച്ചായി. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന സബ് ഫിൽറ്റർ ബോർഡ് ഇതാണ്. അതായത് JBL 1500 എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, മഹാരാജൻ്റെ. പക്ഷേ ഈ ബോർഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഗെയിൻ ബൂസ്റ്റർ ബോർഡ് ഉപയോഗിക്കണം, എന്നാലേ പക്ക വർക്കിംഗ് കൊണ്ട് കിട്ടുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇടാനുള്ളൊരു കാരണം, RSKത്തെ ബാബട്ടൻ പറഞ്ഞു, എടാ ഷജീർ അത് കൊണ്ടുപോകണ്ട, അത് പലരും ബസ്സിലൊക്കെ വെച്ചിട്ട് പരാതി പറഞ്ഞ് കറക്റ്റ് വർക്ക് കിട്ടണില്ല എന്നുള്ള പരാതി പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ 10 ആമ്പിയർ 15 ആമ്പിയറാണ്. 10 ആമ്പിയർ നമുക്ക് കിട്ടും 27/27. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനത്തെ സബ് ഫിൽറ്റർ ഉപയോഗിക്കുമ്പോൾ 2K2 റെസിസ്റ്റൻസ് ഉപയോഗിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് മൊത്തം പുക വന്നു പോകും. ഞാൻ ജസ്റ്റ് ഇതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വേറൊന്നുമില്ല, ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. അത്രേ ഉള്ളൂ. ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം.